ഹായ് ഓൾ. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുടെ പ്രത്യേകിച്ച് നഴ്സുമാരുടെ ഒരു ഡ്രീമാണ് വിദേശ രാജ്യത്ത് നല്ല രീതിയിൽ നല്ല സാലറിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. അതിനുള്ള ആദ്യ പടിയാണ് OET ക്ലിയർ ചെയ്യുക, ഓക്യുപ്പേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. എല്ലാ വർഷവും ഈ എക്സാം എഴുതുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇത് വേൾഡ് വൈഡായിട്ട് നടത്തുന്ന ഒരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കൺസേൺ ഒത്തിരി കുട്ടികൾ പറയാറുണ്ട്, ഈ എക്സാമിനെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം, മറ്റ് എക്സാമുകളിൽ നിന്ന് OET പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്, എവിടെ പ്രിപ്പയർ ചെയ്യണം, എന്താണ് നമുക്ക് ഒരു മൈൻഡ് സെറ്റ്, അതിനോട് വേണ്ടുന്ന നമുക്കൊരു തയ്യാറെടുപ്പുകൾ എന്തെല്ലാമാണ് വേണ്ടത്. ഇതെല്ലാമാണ് സാധാരണയായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന കുറച്ച് സംശയങ്ങൾ. അപ്പോൾ ഈ സംശയങ്ങളൊക്കെ OETയിൽ നിന്നും ഡയറക്റ്റ് ട്രെയിനിങ് കിട്ടിയ ഒരാളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സംശയത്തിനും കുറച്ചുകൂടി ഒരു വ്യക്തത വരും. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഏഷ്യയിലെ രണ്ടാമത്തെ പ്രീമിയം പ്രിപ്പറേഷൻ പ്രൊവൈഡറായ IRS ഗ്രൂപ്പിൻ്റെ അക്കാഡമിക് ഡയറക്ടറുമായ മിസ്റ്റർ മിലൻ ജേക്കബാണ്. നമുക്ക് സാറിനോട് ചോദിക്കാം, എന്തൊക്കെയാണ് OET 2024 OET പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറെടുക്കേണ്ട മുൻകരുതലുകളെന്ന് ചോദിക്കാം. ഹലോ സാർ. ഹലോ അശ്വതി. സാർ, ഇപ്പം എല്ലാ വർഷവും OET എഴുതുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാറിന് 2017 സാറ് OETയുടെ ഡയറക്റ്റ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് മെൽബണിൽ വെച്ച്. അതുപോലെ തന്നെ സാറ് OETയുടെ പ്ലാറ്റ്ഫോമുകളിൽ ക്ലാസ്സസ് എടുക്കും. 2020 തൊട്ട് സാർ OETയുടെ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലും സാറ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു 18 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട് സാറിന് ഈ ഒരു മേഖലയിൽ. ഇപ്പോൾ 2024 OET എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒത്തിരി കാര്യങ്ങൾ OET പ്രിപ്പയർ ചെയ്യുന്നവർ ശ്രദ്ധിക്കാനുണ്ട്. I'd like to highlight 7 major areas, 7 പ്രധാനപ്പെട്ട മേഖലകൾ OET പ്രിപ്പറേഷന് സഹായിക്കുന്ന കാര്യങ്ങൾ. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, you have to have the right mindset. OET പ്രിപ്പയർ ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു ഹെൽത്ത് പ്രൊഫഷണൽ നഴ്സ് പ്രത്യേകിച്ച് വളരെ കൃത്യമായിട്ടുള്ളൊരു ഒരു ചിന്ത വേണം. എന്തിനാണ് OET പ്രിപ്പയർ ചെയ്യുന്നത്, ഇത് ക്രാക്ക് ചെയ്യാൻ സാധിക്കുമോ? ഒരുപക്ഷെ ചിലപ്പോൾ കാണുന്നൊരു പ്രശ്നം, മറ്റാരുടെയെങ്കിലും ഒരു നിർബന്ധത്തിന് വഴങ്ങി OETക്ക് പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലോട്ട് മാറണം. ഇങ്ങനത്തെ കുറേ പ്രഷറിൻ്റെ പുറത്ത് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യമല്ല OET. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടു ഹാവ് ദ റൈറ്റ് മൈൻഡ് സെറ്റ്. ഒന്നാമത് OET എനിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഭയം കൊണ്ട് തന്നെ മാറി നിൽക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് നഴ്സുമാരെ എനിക്കറിയാം, കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇവർ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ അവർ അറിയേണ്ട കാര്യം, ഇതൊരു ഇംഗ്ലീഷ് ടെസ്റ്റാണ്, റൈറ്റ്? നമ്മളെല്ലാവരും നൂറുകണക്കിന് ടെസ്റ്റുകളൊക്കെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നഴ്സസ് പ്രത്യേകിച്ച് ഒരു മെജോറിറ്റി നഴ്സസ് BSc നഴ്സസ് ആണ്. അവർ 4 years പഠിച്ച് എക്സാം പാസ്സായി. പലരും മിഡിൽ ഈസ്റ്റിൽ പോകുമ്പോൾ വീണ്ടും എക്സാംസ് ഉണ്ട്. അത് ഹാഡ് DHA പ്രൊമെട്രിക് എക്സാംസ് എല്ലാം എഴുതി പാസ്സായവരാണ്. ദിസ് ഇസ് അനദർ ടെസ്റ്റ്, ഇറ്റ്സ് ആൻ ഇംഗ്ലീഷ് ടെസ്റ്റ്. ഞങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാവീണ്യം കൃത്യമായ ലെവലുണ്ടെന്ന് ഏത് കൺട്രിയിലോട്ടാണ് പോകേണ്ടത്, വെദർ ഇറ്റ്സ് ദി UK ഓർ ഓസ്ട്രേലിയ ഓർ ന്യൂസിലൻഡ് ഓർ അയർലൻഡ് ഓർ USA, ആ രാജ്യങ്ങളോട് സർട്ടിഫൈ ചെയ്യുന്ന ഒരു എക്സാമാണ്. സർ, ഈ ഒരു എക്സാം OET എക്സാം ഇത് നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് വേണ്ടി മാത്രമുള്ളൊരു യൂണിക് എക്സാമാണ്. ഈ എക്സാം പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് അവരുടെ കരിയറിൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഗുണങ്ങളുണ്ടാകുമോ? ഇപ്പം സാധാരണ ഇപ്പം നമ്മൾ കേരളത്തിൽ തന്നെ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമുകളുണ്ട്. ഒരു PHC എക്സാം എഴുതി കഴിയുമ്പോൾ നമ്മളിതിന് കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു, ജോലിയിൽ പ്രവേശിക്കുന്നു. പിന്നീട് ആ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് പഠിക്കുന്ന കണക്കോ ജനറൽ നോളജോ ഒന്നും നമ്മൾ ആ ചെയ്യുന്ന ജോലിയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ OET എന്നൊരു എക്സാം സെപ്പറേറ്റ് ആയിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും വേറെ ഉദ്ദേശങ്ങളുണ്ടോ? Absolutely. OET എന്ന് പറയുന്നത് this is a test that's going to help you. അപ്പം നിങ്ങളെ സഹായിക്കാനുള്ള ഒരു എക്സാം ആണെന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ തന്നെ അത് എന്തിനാണ് എന്ന് കൃത്യമായ ബോധ്യം ഡെവലപ്പ് ചെയ്യണം. സാറ് പറഞ്ഞു സഹായിക്കാനാണെന്ന്, അതെങ്ങനെയാണെന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം. അപ്പോൾ ഉദാഹരണത്തിന് ഒരു വെസ്റ്റേൺ കൺട്രിയിൽ ജോലി ചെയ്യുമ്പോൾ
ഒരു നഴ്സ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പേഷ്യൻറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ കൊളീഗ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഈ രണ്ട് കാര്യങ്ങൾ അതെല്ലാം സെയിം ആണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് അബൌട്ട് കമ്മ്യൂണിക്കേറ്റിംഗ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അനായാസമാക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയാണ് OIT, അല്ലെങ്കിൽ OITയുടെ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്. ഉദാഹരണത്തിന് ഒരു പേഷ്യൻ്റെ ബെഡ് സൈഡിൽ ചെല്ലുമ്പോൾ പേഷ്യൻ്റ് പറയുകയാണ് ലൈക്ക് ഐ എം ബോൺ ഡ്രൈ, ഓൾറൈറ്റ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ വളരെ വിയേർഡായിട്ട് തോന്നാവുന്ന പ്രയോഗങ്ങൾ പോലും അവർ പറയും. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഐ എം സോ ഡ്രൈ ഐ ക്യാൻ ഫാർട്ട് ഡസ്റ്റ്. അപ്പം ആദ്യമായിട്ട് ചെല്ലുന്ന നേഴ്സ് ഓടിപ്പോയി മാനേജറെ വിളിക്കും, പേഷ്യൻ്റ് എന്തോ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. അപ്പം മാനേജർ ഒന്ന് പറയും കുറച്ച് വെള്ളം കൊടു, പേഷ്യൻ്റ് തേഴ്സ്റ്റി ആണെന്ന് മാത്രമേ പറഞ്ഞു. അപ്പം ഒരു സോ ദാറ്റ്സ് വൈ സെഡ് ഇറ്റ്സ് ഹെൽപ്ഫുൾ. അല്ല എങ്കിൽ കൃത്യമായിട്ടുള്ള ലാംഗ്വേജ് ലെവൽ ഇല്ലാതെ ചെല്ലുന്നവർ വീണ്ടും സ്ട്രഗിൾ ചെയ്യാണ്. സോ ഞാൻ എൻ്റെ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുവാണ്, which is connected. Okay. So the second thing I want to say is like, you know, when you prepare for OIT, know your current level of English. Okay. എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ ഒരു ലെവലുണ്ട്. ഇപ്പം ലോകത്തിലെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഭാഷ അളക്കുന്ന സ്കെയിൽ എന്ന് പറയുന്നത് CEFR ആണ്. കോമൺ യൂറോപ്യൻ ഫ്രെയിംവർക്ക് ഓഫ് റെഫറൻസ്. ഒരു പക്ഷേ ഇന്ന് ജർമ്മൻ ട്രെയിനിങ് ഒക്കെ വളരെ കോമൺ ആണല്ലോ. നമുക്ക് തന്നെ ജർമ്മൻ ഒരു വെൽ എസ്റ്റാബ്ലിഷ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളതുകൊണ്ട് ജർമ്മൻ്റെ കോണ്ടെക്സ്റ്റിൽ പറയാം. അപ്പം ആദ്യമായിട്ട് ജർമ്മൻ ഭാഷ പഠിക്കുന്നവർ A1 ജോയിൻ ചെയ്യുന്നു, പിന്നീട് A2, അങ്ങനെ A1, A2, B1, B2, C1, C2 ഈ 6 ലെവൽസ് ആണ് എല്ലാ ലാംഗ്വേജിനുള്ള ലെവൽസ്. അപ്പം A1, A2 എന്ന് പറയുന്നത് ബിഗിനർ ലെവൽസ്, B1 ഉം B2 എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് ലെവൽസ്, C1, C2 എന്ന് പറയുന്നതാണ് അഡ്വാൻസ് ലെവൽ. അപ്പം OIT എക്സാം എന്ന് പറയുന്നത് C1 ലെവലിലുള്ള എക്സാം. അപ്പൊ ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്ക് അത്രയും പ്രാവീണ്യമുണ്ട്. എക്സാക്ട്ലി C1 ലെവലിൽ എത്തുമ്പോഴാണ് നിങ്ങൾ OIT പാസ്സാകുന്നത്. അപ്പം സ്വന്തം ലെവൽ അറിയാതെ ഒരു ഹൈ ലെവൽ എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള എഫേർട്ട് ഇടുന്നില്ല പലരും. അതുകൊണ്ടാണ് പല പ്രാവശ്യം ഈ എക്സാം റിപ്പീറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. അതായത് OIT പ്രിപ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് കിട്ടുന്നത് അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ്ങും കൂടിയാണ്. അതിപ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ എൻ്റെ ലെവൽ ഇതാണ്, ഇനി ഞാൻ ഇത് അച്ചീവ് ചെയ്യണം എന്ന് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ OIT ക്ലിയർ ചെയ്യാനും പറ്റും. അവിടെ ചെന്ന് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാനും പറ്റും. അതാണ് നമ്മുടെ സ്പീക്കിങ്ങിലാണെങ്കിലും ലിസണിങ്ങിലാണെങ്കിലും എല്ലാം നമ്മൾ പരിശീലിപ്പിക്കുന്നത് തന്നെയാണ്. സോ രണ്ടാമതായിട്ട് പറഞ്ഞ ഈ കാര്യം എല്ലാവരും ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. അണ്ടർസ്റ്റാൻഡ് യുവർ ലെവൽ. ഇപ്പം എൻ്റെ ലെവൽ എന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് പ്ലേസ്മെന്റ് ടെസ്റ്റ് ഉള്ളത്. ലോകത്തിലെ എല്ലാ പ്രീമിയം പ്രിപ്പറേഷൻ പ്രൊവൈഡേഴ്സും സ്റ്റുഡൻസിനെ എൻറോൾ ചെയ്യുമ്പോൾ തന്നെ പ്ലേസ്മെന്റ് ടെസ്റ്റ്. ആ പ്ലേസ്മെന്റ് ടെസ്റ്റിലൂടെ അവരോട് നമ്മൾ പറയും ദിസ് ഇസ് യുവർ കറന്റ് ലെവൽ. ആ കറന്റ് ലെവലിൽ നിന്ന് ആണ് ബാക്കിയുള്ള സ്റ്റേജസ് എല്ലാം വരുന്നത്. സാർ ഇപ്പോൾ പറഞ്ഞല്ലോ പ്രീമിയം പ്രിപ്പറേഷൻ പ്രൊവൈഡർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്ലേസ്മെന്റ് ടെസ്റ്റുകൾ നടത്തും എന്നുള്ളത്. നമ്മൾ IRS ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് ടെസ്റ്റ് നടത്തുക, അതായത് ഒരു കുട്ടി ജോയിൻ ചെയ്ത് കഴിയുമ്പോഴല്ലേ നമ്മൾ പ്ലേസ്മെന്റ് ടെസ്റ്റ് നടത്തുക. ജോയിൻ ചെയ്ത് ഉടനെ തന്നെ നമ്മൾ ടെസ്റ്റ് നടത്തുക. ടെസ്റ്റ് നടത്തുമ്പോൾ സാധാരണയായിട്ട് ഏത് ലെവലിലുള്ള കുട്ടികളാണ് IRSൽ ജോയിൻ ചെയ്യുന്നത്? എല്ലാവരും എല്ലാ ലെവൽസിലുള്ള കാൻഡിഡേറ്റ്സ് നമ്മൾ കാണാറുണ്ട്. വിച്ച് ഇസ് perhaps surprising. കാരണം ചിലർ A2 ആയിരിക്കാം, B1 ആയിരിക്കാം, B2 ലെവലിലുണ്ട്. അങ്ങനെ ആ ഒരു വേരിയേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ടെസ്റ്റ് ഇട്ടതിന് ശേഷം ഒരു കുട്ടിയുടെ കറണ്ട് ലെവൽ എന്നതാണെന്ന് മനസ്സിലാക്കും. അവർക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് അറിയാൻ പറ്റും. അതനുസരിച്ചുള്ള ട്രെയിനിങ് ആണ് കുട്ടികൾ കൂടുതൽ. ഇപ്പോൾ സാറ് മുമ്പേ പറഞ്ഞു C1 ലെവൽ അല്ലെങ്കിൽ C2 ലെവലിലേക്ക് വന്നാലേ നമുക്ക് OIT ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. C1 ലെവലിലേക്ക് വന്നാൽ അപ്പോൾ ആ ഒരു ലെവലിലേക്ക് A1 A2 വരുന്ന ഒരു കുട്ടിയെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് IRS ഗ്രൂപ്പ് ചെയ്യുന്നത്. അതാണ് ഒരു ടാസ്ക് എന്ന് പറയുന്നത് അല്ലേ സാർ? അപ്പോൾ അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട comes to the third point, which is to have a very realistic goal. ഇപ്പം A2 ലെവലിലുള്ള ഒരു കാൻഡിഡേറ്റ് ഒരു മാസത്തിനുള്ളിൽ OIT പാസ്സാകണം, പാസ്സാകും, അല്ലെങ്കിൽ ഡേറ്റ് എടുത്തു എന്ന് ചിന്തിച്ചാൽ
I can say that this candidate will fail. യാ തീർച്ചയായും. കാരണം അത് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഗോളല്ല. ഓക്കെ സർ. ഇപ്പം കേംബ്രിഡ്ജിന്റെ ഒരു ആവറേജ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു ലെവല് ജമ്പ് ചെയ്യാൻ 200 മണിക്കൂർ ലാംഗ്വേജ് ട്രെയിനിങ് വേണം. 200 മണിക്കൂർ. 200 മണിക്കൂർ ആവറേജ് ആണ്. അത് ഫ്ലിപ്പ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ്, അതായത് ഹോംവർക്ക് അല്ലെ സെൽഫ് സ്റ്റഡി ഒന്നും കൂട്ടാതെ പ്യുവർ ഇംഗ്ലീഷ് ട്രെയിനിങ്. ഇപ്പം പ്യുവർ ഇംഗ്ലീഷ് ട്രെയിനിങ് എന്ന് പറയുമ്പം ടെസ്റ്റ് ടേക്കിംഗ് അല്ല. അപ്പം അത്തരം ഒരു പ്ലാൻ, ഇപ്പോൾ ഉദാഹരണത്തിന് ലോവർ ലെവലുള്ള നമ്മുടെ കാൻഡിഡേറ്റ്സ് ഒരു 1 month ഫൗണ്ടേഷൻ കോഴ്സിലോട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ലെവൽ ഇംപ്രൂവ് ചെയ്തിട്ടാണ് അവർ മെയിൻ സ്ട്രീം OET-ലേക്ക് കടക്കുന്നത്. അതായത് സർ ഇപ്പോൾ A1 ലെവൽ അല്ലെങ്കിൽ A2 ലെവലിലുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടി ഇപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് പോകും. ഫൗണ്ടേഷൻ കോഴ്സിൽ നമ്മൾ കൂടുതലായിട്ടും അവരുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും കൊടുക്കും. അതിനുശേഷമാണ് നമ്മൾ അവരെ മെയിൻ OET-ലേക്ക് നമ്മൾ ആ ലെവലിനനുസരിച്ചുള്ള പരിശീലനം പലയിടത്തും കിട്ടാത്തത് കൊണ്ടാണ് കാൻഡിഡേറ്റ്സ് ടഫ് മെറ്റീരിയൽ ആദ്യം കാണുമ്പം പകച്ചിരിക്കുന്നതാണ് ചില കോണ്ടന്റ് കാണുമ്പോൾ. കാരണം ആ ലാംഗ്വേജ് ഹൈ ലെവലാണ്. ജർമ്മൻ പഠിക്കുന്ന കുട്ടി B1 ക്ലാസ്സിലിരിക്കുന്ന കുട്ടിക്ക് C1-ന്റെ കോണ്ടന്റ് മെറ്റീരിയൽ കൊടുക്കുമോ? ഇല്ലല്ലോ. പക്ഷേ OET-യുടെ കാര്യത്തില് ആളുകളുടെ തെറ്റിദ്ധാരണയാണ് ടെസ്റ്റ് മെറ്റീരിയൽ എന്നും ചെയ്താല് ഞങ്ങൾ ഇംപ്രൂവ് ആകും. അത് ഒരുപാട് കാൻഡിഡേറ്റ്സ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് മെറ്റീരിയൽ അതായത് ക്വസ്റ്റ്യൻ പേപ്പറുകൾ കുറേ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോഴും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് എക്സാം ക്ലിയർ ചെയ്യാതിരിക്കുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നല്ല സ്കോറോടുകൂടി ക്ലിയർ ചെയ്ത ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. കാൻഡിഡേറ്റ്സിന് വേണ്ടത് എന്താണെന്നൊരു കൃത്യമായ ധാരണയില്ല. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദേ നീഡ് എ പ്രോപ്പർ സ്ട്രക്ചേർഡ് സ്റ്റഡി പ്ലാൻ. ഓക്കെ സർ. അതാണ് ഞാനിപ്പോൾ പറഞ്ഞ നമ്മുടെ ഒരു കരിക്കുലം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്ട്രക്ചേർഡ്. ഈ സ്ട്രക്ചേർഡ് പ്ലാൻ അനുസരിച്ച് ലെവൽ ഇംപ്രൂവ് ചെയ്ത് ലാംഗ്വേജ് ലെവൽ ഇംപ്രൂവ് ചെയ്യുന്ന മെഷർ ചെയ്ത് പോകുമ്പം അത് അനായാസം ക്രാക്ക് ചെയ്യാവുന്ന ഒരു ടെസ്റ്റ് തന്നെയാണ് OET. ഈ സ്ട്രക്ചേർഡ് പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ് എന്നും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു തെറ്റിദ്ധാരണ എന്ന് നഴ്സുമാരുടെ മനസ്സിൽ നിന്ന് മാറുന്നോ, റിപ്പീറ്റഡ് ആയിട്ട് എക്സാംസ് എഴുതേണ്ട ആവശ്യമില്ല. But they shouldn't book a date until they are ready. So that's again something that I would like to highlight. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ നമ്മുടെ എക്സ്പെർട്ടീസിൽ നിന്ന് ഡെവലപ്പ് ചെയ്തൊരു പ്ലാനാണ്. അപ്പം അതിനോട് കംപ്ലൈ ചെയ്യാനായിട്ട് ഉള്ള മനസ്സ് മാത്രം മതി, ടൈം മാത്രം മതി. കാരണം പലപ്പോഴും ഒരു ലോങ്കർ കോഴ്സ് ഓഫ് സ്റ്റഡിക്ക് തയ്യാറാകുമ്പം ഒരു പക്ഷേ ചിന്തിച്ചേക്കാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങളെ കൊണ്ട് ഒരു ലോങ് കോഴ്സ് ചെയ്യിക്കുകയാണെന്ന്. പക്ഷെ പല പ്രാവശ്യം എക്സാം എഴുതുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെന്റും കോസ്റ്റും നോക്കുമ്പം അതിലും എത്രയോ കുറവാണ് ഒരു പക്ഷെ ഒരു മാസം എക്സ്ട്രാ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വിൽ bring a big change. And I'm really hoping a lot of people do not repeat. And repetition is not an easy thing. Mentally stressful ആണ്. repetition വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ it's harder because mentally you are drained. അതെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. അതെ. മാത്രമല്ല എക്സാമിൻ്റെ ഫീസും എല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വീണ്ടും എക്സാം എഴുതുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മൾ കൃത്യമായൊരു പ്ലാനിങ്ങിൽ കൂടി പോയി കഴിഞ്ഞാൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാം. സാർ, നമ്മുടെ ഇവിടെ ആദ്യം തന്നെ നമ്മൾ പ്ലേസ്മെൻറ്റ് ടെസ്റ്റ് നടത്തുന്നു. അതനുസരിച്ച് കുട്ടികളുടെ ഗ്രേഡ് നമ്മൾ വിലയിരുത്തിയതിന് ശേഷം കുറച്ചുകൂടി ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളവരെ ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കൂടുതൽ ബേസിക് ഇംഗ്ലീഷ്, ബേസിക് നോളജ് വരുത്തിയതിന് ശേഷം വീണ്ടും ഒരു അസസ്മെന്റോ മറ്റോ ഇട്ടിട്ടാണോ അവരെ വീണ്ടും മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നു. ഓരോ ലെവലും ഒരു അസസ്മെന്റിന് ശേഷം അല്ലെങ്കിൽ ലെവൽ ടെസ്റ്റിന് ശേഷമാണ് അടുത്ത ലെവലിലേക്ക് പോകുന്നത്. കാരണം എവിടെയെങ്കിലും റെമഡിയേഷൻ വേണമെങ്കിൽ അപ്പൊ തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ സാധിക്കും. So that you don't have to go for that corrective learning വളരെ later in the course. So that's why we have all these checks in place which guarantee that you know complete that course. ഉദാഹരണത്തിന് ഒരു ട്രീറ്റ്മെന്റിലുള്ളവർക്ക് കോഴ്സ് ഓഫ് ആന്റിബയോട്ടിക്സ് കൊടുക്കുമ്പം ഇപ്പോൾ 5-day കോഴ്സ് ആണെങ്കിൽ
ആ കോഴ്സിന്റെ അവസാനം there would be a review, right? യെസ്. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ ഡിസൈഡ് ചെയ്യാണ് ഇൻഫെക്ഷൻ കംപ്ലീറ്റ്ലി മാറിയിട്ടില്ലെങ്കിൽ the doctor might give another course or drug ഒക്കെ ചേഞ്ച് ചെയ്യാം. So all those things happen, right? അത് ഇവിടെ മാത്രം ഉള്ള ഒരു പ്രോസസ് അല്ല. That is how it is. And that's how it works and that's how it should be. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കാൻഡിഡേറ്റ്സിനുണ്ടെങ്കിൽ they would be ready to do that. അത് തന്നെ പലപ്പോഴും ചില കാൻഡിഡേറ്റ്സ് പറയും ഞങ്ങൾക്ക് ഇന്നൊരു ടെസ്റ്റ് ചെയ്യണം, ഇന്നും ടെസ്റ്റ് ചെയ്യണം. ഒയ്റ്റിയുടെ കാര്യത്തിൽ കാൻഡിഡേറ്റ്സ് അല്ലല്ലോ ഇതിന്റെ അൾട്ടിമേറ്റ് വാക്ക്. അതെ, തീർച്ചയായും. നമ്മളൊരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന് പോകുമ്പം പേഷ്യന്റ് അല്ലല്ലോ പറയുന്നത് എനിക്ക് ഇത്ര ദിവസത്തെ അഡ്മിഷൻ മതി, അല്ലെങ്കിൽ ഡോക്ടർ എന്നെ ഇന്ന ഡേറ്റിൽ ഡിസ്ചാർജ് ചെയ്യണം, ഞാൻ ഇന്ന ഡേറ്റിൽ വീട്ടിൽ പോകും, ഞാനൊരു കോഴ്സ് ഓഫ് ആന്റിബയോട്ടിക്സ് 4 days കംപ്ലീറ്റ് ചെയ്യുന്നില്ല, 5 days കംപ്ലീറ്റ് ചെയ്യുന്നില്ല, 4 days കോഴ്സ് മതി എന്ന് പറയുമോ? ഇല്ല അല്ലേ? അവിടെ നമ്മൾ കംപ്ലൈ ചെയ്യും. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഒ.ടി പ്രിപ്പറേഷന്റെ കാര്യത്തിൽ വരുമ്പോൾ കുറച്ച് കാൻഡിഡേറ്റ്സ് അവരുടേതായ ഒരു ഐഡിയ ഉണ്ട് ഓഫ് പ്രിപ്പറേഷൻ. അല്ലെ അവരുടെ ഫ്രണ്ട്സ് ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അവരുടെ ഒരു കൊളീഗ് പാസ്സായത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ഇൻഫർമേഷൻ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ പ്രിപ്പയർ ചെയ്താൽ എന്നും മെറ്റീരിയൽ ചെയ്യണം, അതായത് എന്നും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം എന്നാലേ കിട്ടുള്ളൂ, അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോഴും സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇത് എങ്ങനെ ചെയ്യണം എന്നറിയാൻ മേല. അതാ സ്റ്റഡി പ്ലാൻ അവർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരന്നിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്താൽ മതി. ഏതൊരു എന്ത് കോഴ്സിനും നമ്മൾ ആ ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടല്ലോ. ഇപ്പൊ കുക്കറി പഠിക്കാൻ പോവാ, ആദ്യം ബിരിയാണി ഉണ്ടാക്കാനല്ല പഠിക്കുന്നത്. തീർച്ചയായും ആദ്യം വെജിറ്റബിള് അരിയാൻ പഠിക്കണം, അണിയൻ ചോപ്പ് ചെയ്യാൻ പഠിക്കണം അല്ലേ? അപ്പൊ ആദ്യത്തെ ടാസ്ക് ചെയ്യുമ്പോൾ എനിക്കിപ്പം അത് വേണ്ട, എനിക്കൊരു സൂഷഫ് ചെയ്യുന്ന കാര്യം ചെയ്താൽ മതി എന്ന് പറയാൻ പറ്റും? ഇല്ല. അത് ലോകത്തിലെ ഏറ്റവും ടോപ്പ് എക്സിക്യൂട്ടീവ് ഷെഫ്സ് പോലും ഇതുപോലെ ചെറിയ ടാസ്ക് ചെയ്തല്ലേ പഠിച്ചത്. അപ്പം എക്സ്പെർട്സിന്റെ ലെവലിൽ എത്താനുള്ള ഒരു ഡെഡിക്കേഷൻ കാണിക്കാന്നുള്ളതാണ്. ക്ഷമയും വേണം, അതുപോലെ തന്നെ ഇത്രയും ഇൻട്രസ്റ്റ് ഇൻ ഇറ്റ്. അതെ. ഇപ്പോൾ ഓവറോൾ പാസ് പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ ഒ.ടി.യുടെ വളരെ കുറവാണ്. വേൾഡ് വൈഡ് എടുക്കുകയാണെങ്കിൽ തന്നെ വളരെ കുറവാണ്. 50 താഴെ 30, 40 റേഞ്ച്, പല റേഞ്ചസ് ഉണ്ട്. പക്ഷേ IRSന്റെ വിജയ ശതമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു 70% എബവ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യുന്ന കുട്ടികളാണ് കൂടുതൽ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് IRS ഫോളോ ചെയ്യുന്ന ആ ഒരു കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനും ആ സ്ട്രക്ചറും തന്നെയാണ്. സർ, മെയിൻ സ്ട്രീമിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ എന്തൊക്കെയാണ് ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊന്ന് പറയാമോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ and in that as well there should be immersion. And the power of immersion is something that will help every OET candidate. അതായത് OET ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി should be surrounded with English. ഇംഗ്ലീഷ്, ഞാൻ പറയും ഇംഗ്ലീഷ് സംസാരിക്കണം എന്നല്ല, ഇംഗ്ലീഷ് കഴിക്കണം, ഇംഗ്ലീഷ് കുടിക്കണം, ഇംഗ്ലീഷിൽ കുളിക്കണം, right? So whatever you do has to be in that language. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അശ്വതി നാളെ ഫ്രാൻസിൽ പോവാണ്. അശ്വതി ഫ്രഞ്ച് സംസാരിക്കത്തില്ലെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. പക്ഷേ പാരീസിലോ വേറെ ഏതെങ്കിലും സിറ്റിയിലോ ചെന്ന് പക്ഷെ 2 ആഴ്ചക്കുള്ളിൽ തന്നെ കുറച്ചൊക്കെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പഠിക്കും. അല്ലെങ്കിൽ ഒത്തിരി നഴ്സസ് നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അല്ലെ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അറബിക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒത്തിരി നഴ്സസിനെ എനിക്കറിയാം. സോ ഹൗ ഡിഡ് ദേ ലേൺ ദോസ് ലാംഗ്വേജ്? ആ ലാംഗ്വേജസ് പഠിച്ചത് ആ ലാംഗ്വേജിന്റെ ഗ്രാമർ ക്ലാസ്സിൽ പോയിട്ടല്ലല്ലോ, അല്ല, കേട്ട് അബ്സോർവ് ചെയ്യുക. അപ്പൊ നമ്മുടെ ബ്രെയിന് ഒരു ലാംഗ്വേജ് സ്ഥിരം കേൾക്കുമ്പം അതിൽ സറൗണ്ടഡ് ആകുമ്പോൾ അത് അബ്സോർവ് ചെയ്യാനും ലേൺ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. പിന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റീസെർച്ച് നടക്കുന്ന ഒരു ഏരിയ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. നമ്മുടെ ബ്രെയിനിന് ലാംഗ്വേജിനെ പ്രോസസ് ചെയ്യാൻ നമ്മള് മദർ ടങ് പഠിച്ചത് അങ്ങനല്ലേ? കൊച്ചു കുട്ടികളായിരുന്നപ്പം ഭാഷ പഠിക്കുമ്പം
പേരൻസ് ഇരുത്തിയിട്ട് മലയാളത്തിന്റെ ഗ്രാമർ ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല ഇല്ല. പിന്നീട് സ്കൂളിൽ ഗ്രാമർ പഠിക്കും എങ്കിലും അതെ, വളരെ തെറ്റില്ലാതെ കൊച്ചുകുട്ടികൾ ചെയ്യുന്നുണ്ട്. അതെ, സംസാരിച്ചു. സോ ദാറ്റ്സ് എ പവർ ഓഫ് ഇമേർഷൻ. സോ അപ്പോൾ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ദേ ഷുഡ് വാച്ച് എ ലോട്ട് ഓഫ് ഇംഗ്ലീഷ് പ്രോഗ്രാംസ്. നെറ്റ്ഫ്ലിക്സിൽ ഇഷ്ടമുള്ള മൂവീസോ സീരീസോ കാണാം. അവരുടെ പാഷൻ ഏതാണോ ആ ഏരിയയിലെ കാര്യങ്ങൾ വാച്ച് ചെയ്യാം. ലിസൺ ടു എ ലോട്ട് ഓഫ് interesting podcasts. You are a big advocate of podcasts, I guess. Yeah, all those things. So to be and to use the language. ഇതൊരു തിയറി പഠിച്ചിട്ട് മിണ്ടാതെ ഇരുന്ന് അബ്സോർവ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതെ, you have to put it into practice. അതെ. ആ ഒരു if you really practice it as it's required, then the change will be dramatic. Confidence level ഒരുപാട് boost ചെയ്യും. അല്ലെങ്കിൽ any language you can't learn like that. അപ്പോൾ ചിലർ സ്പീക്കിംഗ് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാര്യം വായിക്കുകയാണ്, അപ്പോൾ അൺലെസ് യു ഡു ഇറ്റ്, സ്പീക്കിംഗ് ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ മെന്റൽ ആക്ടിവിറ്റി, ഇറ്റ്സ് മെന്റൽ ആൻഡ് ഫിസിക്കൽ. നമ്മുടെ മസിൽസ്, വോക്കൽ കോഡ്സ്, എവറിത്തിങ് ഇസ് ഇൻവോൾവ്ഡ്. ഫോണോളജിക്കൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പോലും ഉണ്ട്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ some of the sounds of the language are different. അപ്പം ആ ഒരു പെർട്ടിക്കുലർ സൗണ്ട്സിന്റെ ഗ്രൂമിങ് പ്രധാനപ്പെട്ടതാണ്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഇമേഴ്സ്. അതെ അതെ. ഇപ്പോൾ കുട്ടികൾ സ്പീക്കിംഗ് ചെയ്യുമ്പോഴാണെങ്കിലും അവർക്ക് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, ആ ടാസ്ക് ജസ്റ്റ് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ വായിച്ചു പോവാണ്. അവരുടെ വിചാരം ഇത് വായിച്ച് എങ്ങനെയെങ്കിലും ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ OET ക്ലിയർ ആകും എന്നാണ്. പക്ഷേ എന്നാൽ അങ്ങനെയല്ല. ഇത് സ്പീക്കിംഗ് നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾ ഫ്യൂച്ചറിൽ അവിടെ പോയി പേഷ്യൻറ്റിനോട് സംസാരിക്കേണ്ടത് ഈ രീതിയിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ട്രെയിനിങ് കുറച്ചുകൂടി ഈസി ആയിരിക്കും. വലിയൊരു സങ്കടം വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി കൃത്യമല്ലാത്ത സാമ്പിൾസ് ഒക്കെ പബ്ലിക് ഡൊമൈനിലുണ്ട്. അതെ അതെ, അവരത് ഫോളോ ചെയ്യുന്നുമുണ്ട്. അടുത്തിടെ ഒരു സ്റ്റുഡൻ്റ് എന്നോട് പറഞ്ഞാണ് എമ്പതി, ഞങ്ങൾക്ക് പ്രോപ്പർ എമ്പതി ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു, പക്ഷെ ആ വ്യക്തിക്ക് നല്ല എമ്പതി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് എമ്പതി? കാരണം കൂടെയുള്ള കുറെ കൊളീഗ്സ് പറഞ്ഞു ഈ കാൻഡിഡേറ്റിന് എമ്പതി കുറവാണ്. അപ്പൊ കാൻഡിഡേറ്റ്സിനോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരുടെ ധാരണ എമ്പതി എന്ന് പറഞ്ഞാല് ഒരു പാമ്പറിങ് സംസാരം. അങ്ങനെ ഒരു നാച്ചുറൽ അല്ലാത്തൊരു ടോണില്, ഒരു വിയേർഡ് ആയിട്ടുള്ള ടോണില് നിർത്താതെ സംസാരിക്കുന്ന എമ്പതിയാണെന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചു. അതെ 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 അതെ. അപ്പം I was really shocked and I said OET doesn't want you to do anything that you don't do in a realistic environment. അപ്പൊ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ചെയ്യാത്തൊരു കാര്യം, ചെയ്യാത്തൊരു സംസാര ശൈലി അത് OET സ്പീക്കിംഗിൽ ആവശ്യമില്ല. അതെ, തീർച്ചയായും. So that brings me to an important point. പ്രിപ്പറേഷന് ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ പ്രൊവൈഡറെ ചൂസ് ചെയ്യാം. അതെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സാറ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, എന്തിനാണ് ഇപ്പം ഇത്രയും വലിയൊരു എക്സാം ഇങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നടത്തുന്നുണ്ടെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ ആദ്യമേ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചാണ് അവർക്ക് അവിടെ പോയിട്ട് പേഷ്യൻറ്റിനോട് സംസാരിക്കാനും അവർ പറയുന്നത് മനസ്സിലാക്കാനും. അതിനാണ് നമ്മുടെ ലിസണിങ് ടെസ്റ്റ് വെച്ചിരിക്കുന്നത്. ഇവരാണ് പോയിട്ട്, ഈ നഴ്സുമാരാണ് ഡിസ്ചാർജ് ലെറ്ററും ട്രാൻസ്ഫർ ലെറ്ററും ഒക്കെ എഴുതാൻ പോകുന്നത്. അതിനുള്ളൊരു ട്രെയിനിങ് ആണിത്. അതിപ്പോൾ കൃത്യമായ രീതിയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും അവർ ഏതെങ്കിലും രീതിയിൽ എക്സാം ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. അവിടെ ആരും പഠിപ്പിക്കാനായിട്ട് ഉണ്ടാവത്തുമില്ല. അതിന് ഹെൽപ്പ് ചെയ്യാനാണ് OET ഒരു പ്രീമിയം പ്രിപ്പറേഷൻ പ്രൊവൈഡർ പ്രോഗ്രാം തന്നെ ലോഞ്ച് ചെയ്തത്. കാരണം 3 ഘട്ടങ്ങളാണ്. ആദ്യ സ്റ്റേജിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം പ്രിലിമിനറി പ്രിപ്പറേഷൻ പ്രൊവൈഡേഴ്സ്. അതിൻ്റെ ഉയർന്ന ലെവലാണ് പ്രീമിയം പ്രിപ്പറേഷൻ പ്രൊവൈഡേഴ്സ്. അപ്പം സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രീമിയം പ്രിപ്പറേഷൻ പ്രൊവൈഡറാണ് IRS ഗ്രൂപ്പ്. പിന്നീട് ഏറ്റവും ഉയർന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഓൾ സ്റ്റാർസ്. സൗത്ത് ഇന്ത്യയിൽ ഇന്നും IRS മാത്രമാണ് ഓൾ സ്റ്റാർസ്. അതെ, സാറ് മുമ്പേ പറഞ്ഞ പോലെ OETയുടെ പ്ലാറ്റ്ഫോമുകളിൽ സാറ് ക്ലാസ് എടുക്കുന്നുണ്ട്. കോവിഡ് ടൈം തൊട്ട് നമ്മൾ OET തന്നെ ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. വേൾഡ് വൈഡ് ഉള്ള നഴ്സസിനെ മറ്റ് ഹെൽത്ത് പ്രൊഫഷണൽസിനെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെ. അപ്പോൾ OET അംഗീകരിച്ച എക്സ്പേർട്സ് ആയിട്ടുള്ള ട്രെയിനേഴ്സിന്റെ ക്ലാസ്സുകൾ OETയുടെ ഫേസ്ബുക്കിലും യൂട്യൂബ് ചാനലിലും OET ഒഫീഷ്യൽ എന്നുള്ള യൂട്യൂബിലും അവൈലബിൾ ആണ്. നമ്മുടെ ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ
ലോകത്തിലെ മറ്റ് OET ഓൾ സ്റ്റാർസിന്റെ ക്ലാസ്സുകളുണ്ട്. അപ്പം അത് തന്നെ ഫോളോ ചെയ്യുമ്പം എന്താണ് ക്വാളിറ്റി OET ട്രെയിനിങ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ സാർ, ഇപ്പം നമ്മൾ പ്രീമിയം പ്രിപ്പറേഷൻ പ്രൊവൈഡർ ആണെന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് കുറച്ചുകൂടി ഒന്ന് സാർ ഒന്ന് വിശദീകരിക്കാം. അതായത് ഒരു പ്രീമിയം പ്രിപ്പറേഷൻ പ്രൊവൈഡർ അടുത്തുള്ള ട്രെയിനിങ്, അവരുടെ അടുത്ത് പോയി ചെയ്യുന്ന ട്രെയിനിങ്ങും അല്ലാതെ ഒരു സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ട്രെയിനിങ്ങും തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം ഉണ്ടാവുക? പ്രീമിയം പ്രിപ്പറേഷൻ പ്രൊവൈഡേഴ്സ് അവരുടെ കരിക്കുലം അഥവാ സിലബസ് OETയുടെ അംഗീകാരമുണ്ട്. നമ്മൾ കൊടുക്കുന്ന ചോദ്യ പേപ്പറുകൾ, ക്വസ്റ്റ്യൻ പേപ്പറുകളാണെങ്കിലും എല്ലാം ലെസൺസ് അത് OET അപ്രൂവ്ഡ് ആണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയം ആകുമ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയറിൽ പെട്ടതാണ് കരിക്കുലം സബ്മിഷൻ. 2 കോണ്ടന്റ് ക്രിയേഷൻ. OET എക്സാമിന്റെ അതേ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യാനുള്ള ട്രെയിനിങ് പ്രീമിയം പ്രിപ്പറേഷൻ പ്രൊവൈഡേഴ്സിന് ലഭിക്കും. ഈ റീസെന്റ് ആയിട്ട് എക്സാം എഴുതിയ കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞു, IRS ചെയ്ത പാർട്ട് ബിയുടെ 5-6 ക്വസ്റ്റ്യൻസ് അവർക്ക് ഒരു പ്രാവശ്യം, അത് തുടർച്ചയായിട്ടൊരു 4-5 പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് IRS പ്രാക്ടീസ് ചെയ്ത അതേ മെറ്റീരിയൽ തന്നെ അവർക്ക് OET ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. റീഡിങ് C പാർട്ടിലെ 2 എക്സ്ട്രാക്ട് അവർക്ക് റിപ്പീറ്റ് ആയി വന്നിട്ടുണ്ട്. OETയുടെ കുറച്ച് കോണ്ടന്റ് എല്ലാ പ്രീമിയം പ്രിപ്പറേഷൻ പ്രൊവൈഡേഴ്സിനും OET ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് കോൾഡ് ദ പ്രീമിയം പ്രിപ്പറേഷൻ പ്രൊവൈഡർ ലൈബ്രറി. അത് OETയുടെ എക്സാം മെറ്റീരിയലിന്റെ അതേ കോണ്ടന്റ് അല്ലെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്ത കുറെ കോണ്ടന്റ് അല്ലെ ആ നിലവാരമുള്ള കോണ്ടന്റ് ആണ് OET ഷെയർ ചെയ്തത്. OET എക്സാം കോണ്ടന്റ് മെറ്റീരിയൽ ഉണ്ടാക്കുന്നവർ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. തന്നെയല്ല, OET എക്സാമിന്റെ മെറ്റീരിയലിൽ കുറച്ച് ക്വാളിറ്റി ചെക്സ് ഉണ്ട്. അപ്പൊ അത് ആ ട്രെയിനിങ് നമുക്ക് ലഭിച്ചുകൊണ്ട് അതേ നിലവാരത്തിലുള്ള കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മുടെ എല്ലാ ട്രെയിനേഴ്സിനും നോളജ് ബാഡ്ജ് ഉണ്ട്, അല്ലെങ്കിൽ സെൽറ്റാറ്റിസോൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആണ്. ഇതെല്ലാം പ്രീമിയം പ്രിപ്പറേഷൻ പ്രൊവൈഡേഴ്സിന്റെ ഒരു ബെഞ്ച് മാർക്കാണ്. എനിക്ക് തോന്നുന്നു സാറാണ് കേരളത്തിൽ ആദ്യമായിട്ട് നോളജ് ബാഡ്ജ് അല്ലെ ആ ഒരു അംഗീകാരം കിട്ടിയ ആദ്യത്തെ ട്രെയിനേഴ്സ് 2008 സാറാണ്. OETയുടെ എല്ലാ ട്രെയിനിങ്സും ആദ്യം തന്നെ നമ്മളുണ്ട്. ഫ്രം 2016 2016 OET ആദ്യമായിട്ട് ഇന്ത്യയിലോട്ട് എത്തുന്നതും CBLA എന്നുള്ളൊരു കമ്പനി ഫോം ചെയ്ത ശേഷം ഫസ്റ്റ് ട്രെയിനിങ് തൊട്ട് എല്ലാ ട്രെയിനിങ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ ഫോളോ ചെയ്യും. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ടേക്ക് ദ ടെസ്റ്റ് വെൻ ദേ ആർ ടെസ്റ്റ് റെഡി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു ലാംഗ്വേജ് ലെവൽ ഉണ്ടല്ലോ, ആ ലാംഗ്വേജ് ലെവലിൽ ഉയർന്ന ലെവൽസ് എത്തി OETക്ക് വേണ്ട സ്കോർസ് അച്ചീവ് ചെയ്യുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമ്പോഴാണ് എക്സാം എഴുതേണ്ടത്. So they will be confident that my level of English is C1. So if I take OET, I'll pass with ease. That gives you the confidence. അല്ലേ? കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. ഒത്തിരി സ്റ്റുഡൻസിന് അവർക്കറിയാം ഞാൻ ഈ ലെവൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ പോലും അത്രയും മാർക്സ് അച്ചീവ് ചെയ്യുന്നില്ല. അപ്പം ആ ഒരു ബോധ്യത്തോടെ പരീക്ഷയ്ക്ക് ചെല്ലുമ്പം ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവും. ലെവൽ എത്തിയിട്ടില്ല എന്നുള്ള ബോധ്യം അവരെ വല്ലാതെ അലട്ടും. അപ്പൊ ആ ഒരു ടെൻഷനില് ഇറ്റ് ബിക്കംസ് വേഴ്സ്. പെർഫോമൻസിനെ അത് ബാധിക്കും. അതേസമയം ഇഫ് യു ആർ ലൈക്ക് സൂപ്പർ കോൺഫിഡന്റ് ആൻഡ് ലൈക്ക് ഐ എം ഗുഡ് ഇൻ ഇംഗ്ലീഷ്, മൈ ലാംഗ്വേജ് ഇസ് അമേസിംഗ്, ഞാൻ എവറി ഡേ ടാസ്ക് ചെയ്യുമ്പോൾ പോലും ഐ എം ഗെറ്റിംഗ് സോ മച്ച് മാർക്സ്, സോ വളരെ കൂളായിട്ട് പോയി എക്സാം എഴുതാൻ സാധിക്കും. വർഷങ്ങളായിട്ട് തന്നെ IRS സ്റ്റുഡൻസ് എക്സാം കഴിഞ്ഞു ചെല്ലുമ്പം അവരവിടെ എൻജോയ് ചെയ്യും, ചിരിക്കും, തമാശ പറയും. അപ്പൊ മറ്റു പല സ്റ്റുഡൻസ് വന്നിട്ട് ചോദിക്കും, നിങ്ങൾ എന്താ ചിരിക്കുന്നേ? കാരണം ഒരു എക്സാം ടെൻഷനിലാണ്, എക്സാമിന് ഇങ്ങനെ വേണം, സ്ട്രെസ്ഡ് ആയിട്ട്. ഞാൻ എപ്പോഴും പറയും, don't have an epinephrine shot. ഒരു adrenaline injection എടുത്തിട്ട് വന്നിരിക്കുന്ന പോലെ അല്ല ക്ലാസ്സിലിരിക്കേണ്ടത്. It should be enjoyable. You need the happy hormones. So you can learn, not stress hormones. അതെ സാർ, ഇപ്പം നമ്മൾ OET എക്സാം ഇപ്പം നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും എക്സാം ഡേ എന്ന് പറയുന്നത് അവർക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രെസ് ആയിരിക്കും കൂടുതൽ കുട്ടികൾക്ക്. പക്ഷേ IRS കുട്ടികൾക്ക് ആ ഒരു സ്ട്രെസ് ഇല്ല. അതിന് കാരണം പ്രത്യേകമായിട്ട് ഇവിടെ എന്തെങ്കിലും ടെസ്റ്റുകളോ നടത്തുന്നുണ്ട്?
People should realize that it's just a test. ആ ഓക്കെ. അല്ലാതെ ആരും കൊല്ലാൻ കൊണ്ടുപോകുന്ന ഇവന്റ് അല്ലല്ലോ. അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് തോന്നും ഇവരെ ആരാണ്ട് ടെററിസ്റ്റ് കിഡ്നാപ്പ് ചെയ്തിട്ട് 47 പോയിന്റ് ചെയ്തിട്ട് നിർത്തിയിരിക്കുമല്ലോ. It's just a test, right? So just take it with ease, but make sure that you have the right language level, you're prepared. It's for your future. Yes. Our future, it's just an opening to the world of opportunities. ഇപ്പം നഴ്സസിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇമാജിൻ ചെയ്യാവുന്നതിനും അപ്പുറത്താണ്. അത് തന്നെ ഞാൻ make that, I'll explain that later, and then we have covered a lot. All right. But I'll do that, but always remember that your time അതിൽ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ചെലവഴിക്കുകയാണെങ്കിൽ അവരുടെ ഭാവി ജീവിതം തന്നെ മാറിപ്പോകും. So that's what we are trying to do. We are trying to help them, show them this is the right thing to do. This is how you have to do. Okay. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ honest ആയിട്ട് പറയുന്നു. I hope nurses will listen and take the right preparation pathway. It's not about coming to IRS. Of course, you're welcome. They are welcome to IRS. We would be happy to help them. ഓരോ ദിവസവും അവരുടെ ആ ഒരു പ്രോഗ്രസ്സിൽ നമ്മൾ ഇൻവോൾവ് ആകാൻ തയ്യാറാണ്. അല്ല, എന്നും ഒരു ടെസ്റ്റ് എഴുതിയിട്ട് അത് കറക്റ്റ് ചെയ്യാന്നുള്ളതല്ല. We really dive deep into their development. എന്താണ് അവരുടെ കറക്റ്റ് പ്രോബ്ലം, അത് അറിഞ്ഞിട്ട് അത് സോൾവ് ചെയ്ത് പോകുക. അപ്പൊ അതിന് ഉള്ളൊരു തുറവിയോടെ വരിക. Let that process of change begin now and today. So I would really love to welcome all nurses to the right process. Of course, you will be thoroughly motivated. നമുക്ക് എന്നും ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് കൾച്ചർ ആണുള്ളത്. ക്ലാസ് റൂം എൻവയൺമെന്റ് അങ്ങനെയാണ്. See, I believe that motivation is something that should happen every day. Yeah, it's not something like I just say, I'm going to motivate you, but it should be a process. അല്ലേ, ഓരോ ദിവസത്തെയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അവരെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. ഓക്കെ സാർ, ഇപ്പോൾ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായ കാര്യം, നമ്മുടെ ഇവിടെ ഒരു കുട്ടി വരുമ്പോൾ, അതായത് ആരാണെങ്കിലും OET പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ആദ്യം സ്വന്തം ലെവൽ മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് നമ്മളുടെ എന്താണോ നമ്മളുടെ ലെവല് അത് ഇമ്പ്രൂവ് ചെയ്ത് ആ ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ, അതായത് ഒരു C1H എത്തിക്കഴിയുമ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയി കഴിയുമ്പോൾ എക്സാം ഡേറ്റ് എടുക്കുക. ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മനസ്സോടെ ചെയ്യുവാണെങ്കിൽ ഓക്കെ സാർ, അങ്ങനെയാണ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഒരുപാട് കുട്ടികൾക്കുള്ള ഒരു കൺസേൺ ആണ്, എല്ലാവർക്കും പേടിയാണ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അയ്യോ എന്നൊരു ഇതാണ്. എനിക്ക് പറ്റത്തില്ല, കാരണം നേഴ്സസ് അവർ കൂടുതലും ദേ ആർ ഗുഡ് നേഴ്സസ്, ആക്ച്വലി നല്ല നേഴ്സസ് ആണ്. പക്ഷെ ഇംഗ്ലീഷ് എനിക്ക് അറിയത്തില്ല, എനിക്ക് ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് ഗ്രാമർ തെറ്റാതെ എഴുതാൻ അറിയത്തില്ല. അത് ആ ഒരു കാരണം കൊണ്ട് മാത്രം എല്ലാ സ്വപ്നങ്ങളും അടക്കി വെച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നെ കൊണ്ട് ഇത് ഇത്രയും എക്സ്പെൻസീവ് ആയ ഒരു എക്സാം ആണ്. അല്ല, അത് അശ്വതി, നഴ്സസ് അവരുടെ ഫൈനൽ ഇയറിൽ പ്ലേസ്മെന്റ് ഉണ്ട്. ഹോസ്പിറ്റലിൽ പ്ലേസ്മെന്റ് പോകുമ്പോഴായിരിക്കും മിക്കവരും ആദ്യമായിട്ടൊരു ഇഞ്ചക്ഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു IM ഇഞ്ചക്ഷൻ എങ്ങനെ കൊടുക്കുന്നേ, കൈ വിറച്ച് മസ്കുലർ ആണെങ്കിൽ 90 ഡിഗ്രി ആണോ, ആംഗിൾ ഓഫ് പെനിട്രേഷൻ ശരിയാണോ നോക്കി വിറച്ച് കൊടുത്ത ഇഞ്ചക്ഷൻ കുറച്ച് നാള് ജോലി ചെയ്ത ശേഷം ഇഞ്ചക്ഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു പക്ഷെ അവര് വർത്താനം പറയോ പാട്ട് പാടിയിട്ടോ ആയിരിക്കും, അല്ലേ? അതാണ് ലേണിങ്ങിന്റെ 4 സ്കിൽ ലെവൽസ് ഉണ്ട്. അപ്പൊ ആദ്യം വളരെ കോൺഷ്യസ് ആണ്, പക്ഷെ ഇൻകോമ്പിറ്റന്റ്. അവർ ഇഞ്ചക്ട് ചെയ്യുകയാണെന്നുള്ള ഭയങ്കര ഒരു ബോധ്യമുണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് ചെയ്യാൻ അറിയില്ല. ആ ലെവലിൽ നിന്ന് ഫോർത്ത് സ്റ്റേജ്, ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ് കോമ്പീറ്റൻസ്. ഇപ്പൊ എക്സ്പെർട്ടീസ് ആയി, പക്ഷെ കോൺഷ്യസ് അല്ല എന്ത് കാര്യം ചെയ്യുമ്പോഴും, അല്ലേ? അല്ലെ, നമ്മൾ മുമ്പേ പറഞ്ഞ ഷെഫ്സ്, ഒരു മാസ്റ്റർ ഷെഫ് അണിയൻ ചോപ്പ് ചെയ്യുന്ന നമ്മൾ ചോപ്പ് ചെയ്ത നമ്മുടെ വിരലായിരിക്കും, പക്ഷെ അവര് അത്ര എക്സ്പെർട്ടീസ് ഉള്ളതുകൊണ്ട് ഏത് മേഖലയിലും, അല്ലെങ്കിൽ ഒരു ബൈസിക്കിളോ സ്കൂട്ടറോ കാർ ഓടിക്കുന്ന ആള് ആദ്യം എത്രമാത്രം ശ്രദ്ധിച്ച, പക്ഷെ ആ ഇംപ്രൂവ്മെന്റ് വന്നു കഴിയുമ്പോൾ
അതെ, തീർച്ചയായിട്ടും കോൺഷ്യസ് അല്ലല്ലോ, തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക് ആയിട്ട് അത് സംഭവിക്കും. സംഭവിക്കും. ഇപ്പൊ നഴ്സസ് പ്ലേസ്മെന്റിലോ ഫസ്റ്റ് ഇയർ ജോലിയിലോ എത്രമാത്രം ഭയത്തോടെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത്. തീർച്ചയായും അല്ലേ? അതെ അതെ. അപ്പൊ ആ പ്രോപ്പർ പ്രാക്ടീസും ട്രെയിനിങ്ങും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അവരത് എക്സ്പേർട്ട് അതിനുള്ള സ്കിൽസ് അവർക്ക് കിട്ടി. അതെ ഈ മേഖലയില് ലാംഗ്വേജിലുള്ള സ്കിൽസ് നമ്മൾ കൊടുക്കുന്നു. അതെ അതെ. അതിനുള്ള പാത്വേയും ടൈം ലൈനും പ്ലാനും കൊടുക്കുന്നു. അപ്പൊ സാറ് പറയുന്ന ഏത് ലെവലിലൊരു കുട്ടിയാണെങ്കിലും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു ഗോള് തന്നെയാണ് OET. അതിനകത്ത് അത് എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, ജർമ്മന്റെ ഒരക്ഷരം പോലും അറിയാത്തവര് 5-6 മാസം കൊണ്ട് തീർച്ചയായിട്ടും ലെവലില് ഫ്ലുവന്റ് ആയിട്ട് ജർമ്മൻ സംസാരിക്കുന്നില്ലേ? അതെ, തീർച്ചയായും. അപ്പം ഇംഗ്ലീഷ് ഓൾറെഡി കുറച്ചറിയാം. തീർച്ചയായിട്ടും. കാരണം നഴ്സിംഗ് ഉൾപ്പെടെ എല്ലാം ഇംഗ്ലീഷിലാണ്. ടെക്സ്റ്റ് ബുക്സും ക്ലാസ്സസ് ഒക്കെ കുറച്ചൊക്കെ എങ്കിലും ഇംഗ്ലീഷിലാണ്, ഫുള്ളി ഇംഗ്ലീഷിലായിട്ടുള്ള ക്ലാസ്സസും ഉണ്ട്. സോ ഇത് പറ്റത്തില്ലെന്നുള്ള ആ ഒരു തോട്ട് ബാക്കി we will do it, we'll do the magic. Just trust us, trust the experts and be willing. So I'd like to welcome all the nurses out there. Just come and we are ready to help you. All right. സാർ, എനിക്ക് ഒരു കാര്യം ചോദിക്കുന്നത്, സാറിന്റെ ഇതിപ്പോ കേട്ടോണ്ടിരിക്കുന്ന ഒരാൾക്ക് സാറിന്റെ ഒരു ക്ലാസ് എങ്ങനെയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പം അവർക്ക് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നുണ്ടായിരിക്കും, എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ നമുക്ക് വരുന്ന ഹെൽപ്പ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഓൺലൈൻ ഉണ്ടല്ലോ, അപ്പം ഓൺലൈനിൽ അവർക്ക് എൻറോൾ ചെയ്യാം. നമ്മുടെ എൻറ്റയർ ടീം ഓഫ് ഓൺലൈൻ ട്രെയിനേഴ്സ് അവരെല്ലാം എക്സ്പെർട്സ് ആണ്. സോ ദേ ക്യാൻ എൻറോൾ ഇൻ ദോസ് പ്രോഗ്രാംസ്. പക്ഷെ അവർക്കെല്ലാം ഞാൻ മാസ്റ്റർ ക്ലാസ് എടുക്കുന്നു. എക്സാമിന് മുമ്പ് 4 മൊഡ്യൂൾസും ഫോക്കസ് ചെയ്തുള്ള സെഷൻസിൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദേ ക്യാൻ ജോയിൻ ആൻ ഓൺലൈൻ കോഴ്സ് വിത്ത് IRS ഓൺ സൈറ്റ്. നമ്മുടെ കോട്ടയത്തുള്ള സെന്ററിൽ വന്നാല് റെഗുലർ ക്ലാസ്സസ്. സർ, റെഗുലർ ക്ലാസ്സസിന്റെ ഒരു യൂഷ്വൽ ഡ്യൂറേഷൻ എത്ര സമയമായിരിക്കും? ഇറ്റ്സ് ലൈക്ക് 3.5 മാസം. സർ, 3.5 മാസം കൊണ്ട് A2 ലെവലിലൊരു കുട്ടിയെ C1 ലെവലിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ ഒരു ഗ്രൂപ്പിനെ കൊടുക്കാൻ പറ്റും? അതെ, തീർച്ചയായിട്ടും. കാരണം അതിന് ചെക്ക് പോയിന്റ്സ് ഉണ്ടല്ലോ, അതനുസരിച്ച് തന്നെ അത് ചെയ്യാൻ പറ്റും. സർ, ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് കുട്ടികളുടെ ഒരു കൺസേൺ ആണ് OET എനിക്ക് എഴുതാൻ പറ്റുമോ, ഇത് എനിക്ക് പറ്റുന്ന കാര്യമാണോ, കുറെ സംശയങ്ങളുണ്ട്. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? എല്ലാവരും തന്നെ OETയിലേക്ക് ജമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പയ്യെ നടന്ന് അപ്രോച്ച് ചെയ്ത സാധനമാണോ OET എന്ന് മനസ്സിലാക്കാതെ ആദ്യം തന്നെ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മേടിച്ച് വെച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സാറിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, സാറിൻ്റെ ഒരു ട്രെയിനിങ് രീതി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഓരോ കുട്ടിയെയും ഇൻഡിവിജ്വലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ കുറവുകൾ മനസ്സിലാക്കി അത് പരിഹരിച്ചു കൊണ്ടുപോകും. അവരതുകൊണ്ടാണ് അവർ കുറഞ്ഞ കാലം നമുക്കാണെങ്കിലും സ്പെഷ്യൽ ക്ലാസ്സസ് ഉണ്ടല്ലോ, ഓരോ മൊഡ്യൂളിനുള്ള സ്പെഷ്യൽ ക്ലാസ്സസിന്റെ കാരണം അഡീഷണൽ സ്പെഷ്യൽ ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. റീഡിങ്ങിലോ ലിസണിങ്ങിലോ റൈറ്റിങ്ങിലോ സ്പീക്കിങ്ങിലോ ഒക്കെ പ്രത്യേകം ശ്രദ്ധിച്ചുള്ള ഒരു 2 വീക്ക് പ്രോഗ്രാംസിൽ എൻറോൾ ചെയ്യുമ്പോൾ തന്നെ ഒരു റെമഡിയേഷൻ ഉണ്ട്. അതായത് ഒരു കുട്ടിക്ക് ഒരു മൊഡ്യൂൾ മാത്രമാണ് വികലത്തിൽ 2 മൊഡ്യൂളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പോലും കാണിക്കുന്ന ഇന്ത്യയിലെ നഴ്സസിന്റെ റീഡിംഗ് സ്കോർസ് വളരെ കുറവാണ്. അതിനുവേണ്ടിയുള്ള നടപടികൾ OET നമ്മൾ എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. സോ ആ കാര്യങ്ങൾ ഉടനെ തന്നെ റോൾ ഔട്ട് ചെയ്യും. സോ അങ്ങനെ ഭയം എല്ലാം മാറ്റി വെച്ചിട്ട് അടുത്ത വർഷത്തില് ഞാൻ യുണൈറ്റഡ് കിങ്ഡമിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ അയർലൻഡിലോ US-ലോ ഒക്കെ രജിസ്റ്റേർഡ് നഴ്സ് ആയിരിക്കും എന്ന ചിന്ത മനസ്സിൽ ഇടാനുള്ള ദിവസമാണിന്ന്. അത് അച്ചീവ് ചെയ്യാൻ we are ready to help. കുറെ ആയിരക്കണക്കിന് ആളുകൾ അച്ചീവ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഞാൻ. അത് ഏറ്റവും ഉയർന്ന ലെവൽസിൽ UK ബാൻഡ് 7 നഴ്സസ് ഉൾപ്പെടെ ഉള്ള നഴ്സസിനെ സഹായിക്കാൻ സാധിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഇറ്റ്സ് എ വെരി ഹംബ്ലിംഗ് എക്സ്പീരിയൻസ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ ചുമ്മാ പറയുന്നത് അത് വലിയ നിലയിൽ എത്തിയവരെ പഠിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമാണ്. 100 കണക്കിന് നഴ്സസുമായിട്ടുള്ള ഒരു ആത്മബന്ധം, അവരുടെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. പാർട്ട് ഓഫ് ദാറ്റ് സ്റ്റോറി. സോ
അതിന്റെ വെളിച്ചത്തിലാണ് സാധിക്കുമെന്ന് ഞാൻ പറയും. ആ ഒരു എക്സ്പീരിയൻസ് ഇനി വരുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും സാർ അന്ന് അവർക്ക് കൊടുത്ത കാര്യങ്ങൾ അവരിൽ നിന്നും എന്തൊക്കെയാണ് സാർ നേരിട്ട് കണ്ടത് അത് തീർച്ചയായിട്ടും വരുന്ന കുട്ടികൾക്കും കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയം. സാർ ഇന്നൊരു നല്ല തിരക്കുപിടിച്ച ദിവസമായിരുന്നു. ഇടയ്ക്കാണ് ഇന്റർവ്യൂ ആയിട്ട് കാരണം നമ്മുടെ ഒരു ലൈഫിന്റെ മിഷൻ എന്ന് പറയുന്നതാണ് എസ്പെഷ്യലി നമ്മുടെ നഴ്സിംഗ് കമ്മ്യൂണിറ്റിക്ക് അവരുടെ ലൈഫിലെ ഭാഗമാകുക. We are all part of it. Sir, thank you so much. ഇനിയും ഈ തുടർന്നാണെങ്കിലും It's my pleasure. Thank you so much. ഇനിയാണെങ്കിലും കൂടുതൽ കാര്യങ്ങൾ സാറിൽ നിന്നാണെങ്കിലും നാട്ടിൽ കണ്ട് Definitely, we'll do that. തീർച്ചയായിട്ടും അപ്പോൾ വീണ്ടും ഞങ്ങൾ സാറിനെ Oh, that's fine. Sir, thank you so much.